കഴിഞ്ഞ തവണത്തെ പോലെ അല്ലേ, ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. യു ക്യാൻ സ്റ്റോപ്പ്. കഴിഞ്ഞ 3 മത്സരത്തിനും പരാജയപ്പെടാതെ അങ്ങനെ കളിച്ച സമയത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരാജയത്തോടു കൂടി ആ പ്രതീക്ഷ പോയി കിട്ടി. ഈ ഒരു മത്സരത്തിൽ നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റിയില്ല. ഈസ്റ്റ് ബംഗാൾ അവിടെ കളി തുടങ്ങിയ സമയത്ത് തന്നെ നിരന്തരമായിട്ടുള്ള അറ്റാക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ബോക്സിലോട്ട് കൊണ്ടുവന്നത്. പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലായ്മ ഈ ഒരു മത്സരത്തിൽ നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്തതുപോലെ കണ്ടു. നമ്മുടെ ടീമത്തെ ഒരു പ്ലേയേഴ്സിന് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തൊരു കളി തന്നെയാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടത്. പിന്നെ ഈസ്റ്റ് ബംഗാളിൽ കളിച്ച PV വിഷ്ണു, അദ്ദേഹത്തെ എടുത്ത് പറയേണ്ട ഒരു പ്ലെയർ തന്നെയാണ് ആ മലയാളി താരം PV വിഷ്ണു. അദ്ദേഹം എന്ത് ജാതി കിടിലൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ച് നമ്മൾ ഈ ഒരു കളിയിൽ കണ്ടു. അദ്ദേഹത്തിന്റെ ഓരോ പെർഫോമൻസുമാണ് ഈസ്റ്റ് ബംഗാളിനെ ഏറെ വിജയത്തിലേക്ക് നയിച്ചത്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ നിരന്തരമായിട്ടുള്ള മിസ് പാസുകളെല്ലാം ഡിഫൻസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ മിഡ്ഫീൽഡറുടെ ഭാഗത്തുനിന്നും നമ്മൾ കൂടുതലായിട്ട് കണ്ടു. പിന്നെ ഈ ഒരു കളിയിൽ യേസൂസ് ജിമിനേസിന് കൃത്യമായിട്ട് ബോളുകളൊന്നും വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനത്തെ ഒരു കളി എല്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ കളിച്ച കാഴ്ചയും നമ്മൾ കണ്ടു. ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിനായിട്ട് ആദ്യ ഗോൾ വന്ന വഴിയാണ് PV വിഷ്ണുവിന്റെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. ആ ഒരു അറ്റാക്കിൽ കീപ്പർ സച്ചിൻ സുരേഷ് ബീറ്റനായി. പിന്നെ ബോക്സിലെ കോറോ സിംഗ് ആയിരുന്നു. കോറോക്ക് അത് കൃത്യമായിട്ട് എന്താ പറയാ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണം പറയാം. രണ്ടാമത്തെ ഗോൾ വന്ന വഴി ഒരു കോർണറിലായിരുന്നു. ഫ്രീ ഹെഡർ ആയിരുന്നു. ഇജാസി പോസ്റ്റിലോട്ട് ട്രൈ ചെയ്ത് അത് കൃത്യമായിട്ട് വലയിലെത്തി. ഇജാസി ഒരു ഹെഡറാണ് ട്രൈ ചെയ്ത്. കാരണം ഒരാളും അദ്ദേഹത്തെ മാർക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ അവിടെ കണ്ടില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് വലയിലേക്ക് എത്തിക്കാൻ പറ്റി. പിന്നെ സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് മിനിറ്റ്സിൽ ഡാനിഷ് ഫാറൂഖ് കളത്തിലേക്ക് എത്തി. ഡാനിഷ് ഫാറൂഖ് എത്തിയോടുകൂടി ഡാനിഷിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ആശ്വാസ ഗോൾ കണ്ടെത്തിയത് ഡാനിഷ് ഫാറൂഖ് ആണ്. ഒരു കോർണറിൽ നിന്നാണ് ആ ഒരു ബോള് പോസ്റ്റിലോട്ട് പോകുന്നത് ഡാനിഷ് ഫാറൂഖിന്റെ. എന്തായാലും ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു ഡാനിഷിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടത്. ഈ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളി തുടങ്ങിയ സമയത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാമായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഒരു സെക്കൻഡ് ഹാഫിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ നമ്മൾ കണ്ടത്. അങ്ങനെ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു പ്ലേ ഓഫ് എന്ന സ്വപ്നം മാഞ്ഞു പോയി എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഇനിയുള്ള മത്സരം ഇതിലേറെ ടഫ് ടീമിനെതിരെയാണ്. ചെന്നൈയിൻ FC, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, FC ഗോവ. ഇവർക്കെതിരെ ജയിക്കാന്നുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു അവസരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്. അപ്പൊ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമാണ് ഇനി ഒരു പ്ലേ ഓഫ് എന്ന സ്വപ്നം ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കാതെ ഒരു സമനില പിടിച്ചാൽ പോലും ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഇതാണ്. അടുത്ത മത്സരം ചെന്നൈയിൻ FCക്കെതിരെയാണ്. അതൊരു ഹെവി മത്സരമാണ്. അതിലും കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ നേരിടും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ ആ ഒരു മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പിനെയൊക്കെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.